Hi guys, welcome to AZR Radio. AZR റേഡിയോയുടെ മറ്റൊരു വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി രണ്ട് പാട്ടുകളിലായി നമ്മൾ SSLC അതായത് 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയിലെ ആദ്യത്തെ പാഠമായ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദി വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന പാഠത്തെ സംബന്ധിച്ചുള്ള രണ്ട് പാട്ടുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞിരുന്നു. ഈ മൂന്നാമത്തെ പാട്ടാണ്. ഈ വീഡിയോ കാണുക തീർച്ചയായും ഒന്നാമത്തെയും രണ്ടാമത്തെയും പാട്ടുകൾ തീർച്ചയായും കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലാസ്റ്റിൽ എൻ്റെ വീഡിയോസിന്റെ ലാസ്റ്റ് രണ്ട് കോളമായിട്ട് വരും, അത് ഞെക്കുക. അല്ലെങ്കിൽ എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടോളാം. ഒന്നാമത്തെയും രണ്ടാമത്തെയും വീഡിയോ എൻ്റെ വീഡിയോ കാണുക തീർച്ചയായും ഒന്നാമത്തെ രണ്ടാമത്തെ വീഡിയോ കാണുക. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഒന്നും ആലോചിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ പാട്ടിലൂടെ നടക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ പാട്ടിലൂടെ നടക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ പാട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത് റഷ്യൻ റവല്യൂഷനെ കുറിച്ചാണ്, അതായത് റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായും പറയുകയാണെങ്കിൽ കാണുന്നുണ്ടാവും, ബോർഡ് കാണുന്നുണ്ടാവും. ഇതാണ് പ്രധാനമായും അതിൽ പറയണം. നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഞാൻ ബോർഡ് ജസ്റ്റ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതിയതേ ഉള്ളൂ. വിശദീകരിച്ച് പറയാം. നമുക്ക് ആദ്യമായി പറയുകയാണെങ്കിൽ ഡിമാൻഡ്സ്, അതായത് റഷ്യയിലെ തൊഴിലാളികളുടെ ഡിമാൻഡ്സുകൾ, അവർ ഭരണകൂടത്തിനെതിരെ ഉന്നയിച്ചിരുന്ന ഡിമാൻഡുകളെ കുറിച്ചാണ് നമുക്ക് ഇനി പറയാനുള്ളത്. അപ്പോ റഷ്യയിലെ തൊഴിലാളികൾ ഒരുപാട് അസമത്വവും ഒരുപാട് ദുരിതങ്ങളും ഒരുപാട് പീഡനങ്ങളും അനുഭവിച്ച ഒരു വിഭാഗമായിരുന്നു. അവർ ഭരണത്തിന്റെ ടെക്സ്റ്റിൽ ഒരു പേജ് കൊടുത്തിട്ടുണ്ട്. മാക്സിം ഗോർക്കിയുടെ ദ മദർ, അമ്മ എന്നൊരു ഒരു ലേഖനത്തിലെ അദ്ദേഹത്തിന്റെ ഒരു കൃതിയിലെ ഒരു പാരഗ്രാഫ് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അക്കാലത്ത് ഉണ്ടായിരുന്ന ഈ വർക്കേഴ്സ്, അതായത് തൊഴിലാളികളുടെ ദുരിതങ്ങളെ കുറിച്ചെല്ലാം. നമുക്ക് അധികം വലിച്ചു കിട്ടാതെ നമ്മുടെ പോയിന്റ്സിലോട്ട് തന്നെ കിടക്കാം. പ്രധാനമായും ഇത്ര ഇഷ്യൂകളാണ്, ഇത് പോയിന്റ്സ് അല്ല, ഇത്ര ഇഷ്യൂകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ഇഷ്യൂ ഈസ് ഡിമാൻഡ്സ്, അതായത് ഡിമാൻഡ്സ് ഓഫ് ദ വർക്കേഴ്സ് ഇൻ റഷ്യ. അതായത് റഷ്യയിലെ തൊഴിലാളികൾ ഭരണകൂടത്തിനോട് ഒരുപാട് ഡിമാൻഡ്സുകൾ ഉന്നയിച്ചിരുന്നു. അവ ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് ഇനി പറയാനുള്ളത്. അതിലൂടെ നമുക്ക് കിടക്കാം. ഫസ്റ്റ് പോയിന്റ് ഈസ് അബോളിഷ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം. അവരുടെ ഡിമാൻഡുകളാണ്. ഫസ്റ്റ് പോയിന്റ് ഈസ് അബോളിഷ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം, അതായത് സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നിർത്തുക എന്നതായിരുന്നു അവരുടെ ഫസ്റ്റ് ഡിമാൻഡ്, ഒന്നാമത്തെ ഡിമാൻഡ്. സെക്കൻഡ് ഡിമാൻഡ് ഈസ് എവരിവൺ ഹാസ് ടു വർക്ക്. എല്ലാവരും തൊഴിൽ ചെയ്യണം, എല്ലാവരും വർക്ക് ചെയ്യണം എന്നതായിരുന്നു അവരുടെ സെക്കൻഡ് ഡിമാൻഡ്. തേർഡ് ഡിമാൻഡ് ഈസ് ദ റൂൾ ഓഫ് കൺട്രി ഈസ് ദ റൈറ്റ് ഓഫ് വർക്കിംഗ് ക്ലാസ്. അതായത് വർക്കിംഗ് ക്ലാസ്, തൊഴിലെടുക്കുന്ന വിഭാഗത്തിന്റെ അവകാശങ്ങളാണ് ഒരു രാജ്യത്തിന്റെ റൂൾ എന്നതായിരുന്നു അവരുടെ മൂന്നാമത്തെ ഡിമാൻഡ്. അങ്ങനെ ആവണം എന്നതായിരുന്നു അവരുടെ മൂന്നാമത്തെ ഡിമാൻഡ്. നാലാമത്തെ ഡിമാൻഡ് ഫോർത്ത് ഡിമാൻഡ് ഈസ് ദോസ് ഹു ഡോണ്ട് വർക്ക് ദേ ഡു നോട്ട് ഹാവ് ദ റൈറ്റ് ടു ഓർഡർ. തൊഴിൽ ചെയ്യാത്തവർക്ക് ഓർഡർ ചെയ്യാൻ, ആജ്ഞാപിക്കാൻ, കൽപ്പിക്കാനുള്ള അധികാരമില്ല എന്നതായിരുന്നു അവരുടെ ഫോർത്ത് പോയിന്റ്, അവരുടെ ഫോർത്ത് ഡിമാൻഡ്. ഇനി പറയാനുള്ളത് സർക്കംസ്റ്റൻസ്, അതായത് ഈ തൊഴിലാളി വർഗത്തെ ഇങ്ങനെയുള്ള ഡിമാൻഡ്സുകളെ ഉന്നയിക്കാൻ മാത്രം കാരണമായ ഘടകങ്ങൾ, അതിന് കാരണമായ കാരണങ്ങൾ ഏതെല്ലാം എന്നതാണ് നമുക്ക് ഇനി പറയാനുള്ള സർക്കംസ്റ്റൻസ്. അവ ഏതൊക്കെ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഈസ് ഫാർമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ ലെഡ് എ ട്രാജിക് ലൈഫ് അണ്ടർ ദ ഓട്ടോക്രസി ഓഫ് ദ സാറ്റിക് എംപറർ. സാർ ഇംഗ്ലീഷിൽ TZAR, സാർ എന്നാണ് നമ്മൾ പൊതുവെ കാണുകയും സാർ എന്നാണ് വായിക്കേണ്ടത്. അതായത് സാർ ഭരണാധികാരികളുടെ കീഴിൽ ഈ റഷ്യയിലെ തൊഴിലാളികൾ വളരെ ദുരിതപൂർണമായ അവരുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ, സാർ ഭരണാധികാരികളുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ വളരെ ദുരിതപൂർണമായ ജീവിതമായിരുന്നു ഈ തൊഴിലാളികൾ നയിച്ചിരുന്നത്. The who ruled Russia. സാർ ഭരണാധികാരികളായിരുന്നു അന്ന് റഷ്യയെ ഭരിച്ചിരുന്ന ആൾക്കാർ. The law, second point is the low agricultural production affected the farmers' income. കുറഞ്ഞ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഫാർമേഴ്സിന്റെ ജീവിതം വളരെ ദുരിതപൂർണമാക്കി. Moreover, the landless farmers had to pay huge tax.
അതായത് ഭൂമിയില്ലാത്ത ഭൂരഹിതരായ ഈ ഫാർമേഴ്സ് കർഷകന്മാർ വളരെ വലിയ ടാക്സ് നികുതി ഭാരവും കൂടി ചുമക്കേണ്ടി വന്നിരുന്നു. അവർ ഭൂരഹിതരായിരുന്നു. അവർ വളരെ ദുരിതപൂർണമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ലോ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആയിരുന്നു. അതിന് പുറമെ അവർ വളരെ വലിയൊരു നികുതി ഭാരം കൂടി ചുമക്കേണ്ടി വന്നിരുന്നു. The third point is that Russia was rich in natural resources. Their industrial production was meager. It was the foreigners who controlled the majority of industries in the Russia. അതായത് റഷ്യയിലെ വിഭവ സമൃദ്ധി വളരെ കൂടുതലായിരുന്നു. അതായത് റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ്, നാച്ചുറൽ വിഭവങ്ങൾ അവർ വളരെ റിച്ച് ആയിരുന്നു, വളരെയധികം മുന്നിട്ട് നിൽക്കുന്നതായിരുന്നു. പക്ഷെ ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഫാക്ടറി പരമായ കാര്യങ്ങളെല്ലാം അവരുടെ പ്രൊഡക്ഷൻ വളരെ തുച്ഛമായിരുന്നു. അതിനും ഈ തുച്ഛമായിരുന്ന ഫാക്ടറി വർക്കിലും കൂടുതലായും അതിനെ നയിച്ചിരുന്നത് പുറമെ വിദേശ രാജ്യശക്തികളായിരുന്നു. ഈ തുച്ഛമായ ഈ ഫാക്ടറി, അതായത് ഇൻഡസ്ട്രിയൽ വർക്കുകൾ കൂടി നയിച്ചിരുന്നത്, ഈ തുച്ഛമായ ഇതും കൂടി നയിച്ചിരുന്നത് പുറമേ നിന്നുള്ള വിദേശ ശക്തികളായിരുന്നു എന്നതാണ് അവരുടെ തേർഡ് സർക്കംസ്റ്റൻസ്. ഇനി പറയാനുള്ളത് ഈ തൊഴിലാളികളുടെ ദുരിതപൂർണമായ ജീവിതത്തെയും അവരുടെ റൈറ്റ്സ്, അതായത് അവരുടെ അവകാശങ്ങളെയും മറ്റും വളരെ തീവ്രമായി ലേഖനം ചെയ്ത കുറച്ച് റൈറ്റേഴ്സ്, അതായത് എഴുത്തുകാരെ കുറിച്ചാണ് പറയാനുള്ളത്. ആ എഴുത്തുകാർ പ്രധാനമായും 4 പേരാണുള്ളത്. നമുക്ക് 4 പേരെ പഠിക്കാനുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്. പ്രധാനമായും മഹാന്മാരായ 4 എഴുത്തുകാരെ കുറിച്ചാണ് പറയാനുള്ളത്. അവർ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് റൈറ്റർ ഈസ് മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കിയാണ് ഒന്നാമത്തെ റൈറ്റർ. സെക്കൻഡ് ഈസ് ലിയോ ടോൾസ്റ്റോയ്. തേർഡ് ഈസ് ഇവാൻ ടർഗനോവ്. ഫോർത്ത് ഈസ് ആന്റൺ ചെക്കോവ്. ഇവർ 4 പേരുമാണ് പ്രധാനപ്പെട്ട എഴുത്തുകാർ. റഷ്യയിലെ പാവപ്പെട്ടവരുടെ ജീവിതത്തെയും അവരുടെ ദുരിതങ്ങളെയും എഴുത്തുകളിൽ ലോകത്തിന് കാണിച്ചു കൊടുത്ത പ്രധാനപ്പെട്ട എഴുത്തുകാർ ഇവർ 4 പേരുമായിരുന്നു. ഇനി പറയാനുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്ലഡി സൺഡേ. അതായത് റഷ്യൻ റവല്യൂഷനിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥാനം നേടിയിരിക്കുന്ന ഒരു ട്രാജിക്, വളരെ സങ്കടകരമായി ഉള്ള ഒരു എക്സ്പീരിയൻസ് അല്ല, ഒരു സംഭവമാണ് ബ്ലഡി സൺഡേ. അതിനെ കുറിച്ച് എന്തെല്ലാം പറയാം, അതെന്താണ് നമുക്ക് പറയാം. അതായത് the workers organized a huge march at Petrograd on 9th January 1905. 1905 ജനുവരി 9 വർക്കേഴ്സ്, തൊഴിലാളികൾ ഒരു വലിയ മാർച്ച് സംഘടിപ്പിച്ചു, സംഘടിച്ചു. എന്നിട്ട് ഡെമോക്രസി, പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് ഇക്കണോമിക് റിഫോംസ്, ഡെമോക്രസി, പൊളിറ്റിക്കൽ റൈറ്റ്സിനും ഇക്കോണമിക് റിഫോംസിനും വേണ്ടിയാണ് അവർ ഒരുമിച്ചത്. The march fired at by soldiers and hundreds of demonstrators was massacred. അതായത് ഈ സോൾജേഴ്സ്, ഈ സാധാരണാധികാരികൾ താഴെ നിന്ന് കീഴിലുണ്ടായിരുന്ന സോൾജേഴ്സ് അവരുടെതിരെ ഫയർ ചെയ്തു, അവരെ വെടിവെച്ചു. അതിൽ നൂറുകണക്കിന് ഡെമോൺസ്ട്രേറ്റേഴ്സ് മെസ്സാക്കിയത്, അവരെ വധിക്കപ്പെട്ടു. ആ ഫയറിംഗിൽ 100 ഡെമോൺസ്ട്രേറ്റേഴ്സ് വധിക്കപ്പെട്ടു. ദിസ് ഇവന്റ് ഈസ് നോൺ ആസ് ബ്ലഡി സൺഡേ. ഈ ഇവന്റിനെയാണ് ബ്ലഡി സൺഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ബ്ലഡി സൺഡേയെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഫെബ്രുവരി റവല്യൂഷനെ കുറിച്ചാണ്. ഫെബ്രുവരി വിപ്ലവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് ഇൻ മാർച്ച് ഇൻ പെട്രോഗ്രാഡിൽ തന്നെ ഈ തൊഴിലാളികൾ ഒന്നും കൂടി ഒന്ന് സംഘടിച്ചു. ഒരു വലിയൊരു അതും വളരെ വലിയൊരു ഹ്യൂജ് മാർച്ചായിരുന്നു. ഒന്നും കൂടി സംഘടിച്ചു. The soldiers clashed with the demonstrators in the beginning. ആദ്യമൊക്കെ ഈ സോൾജേഴ്സ് ഈ ഡെമോൺസ്ട്രേറ്റേഴ്സിനെതിരെ ഫയർ ചെയ്തു, അവരെ വെടിവെച്ചു ആദ്യമൊക്കെ. ബട്ട് ലേറ്റർ they joined the workers. കുറച്ച് കഴിഞ്ഞ്, ആദ്യമൊക്കെ ഇവർ ഡെമോൺസ്ട്രേറ്റേഴ്സിനെതിരെ വെടിവെച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഇവർ ഡെമോൺസ്ട്രേറ്റേഴ്സിന്റെ കൂടെ കൂടി. അത് എന്തുകൊണ്ട്?
അത് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് എ ട്രാജിക് എക്സ്പീരിയൻസ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ ദാറ്റ് ഇൻഡക്റ്റഡ് ദം ടു ഡു സോ. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യയുടെ കീഴിൽ യുദ്ധം ചെയ്തിരുന്ന സോൾജേഴ്സിനുണ്ടായ ട്രാജിക് എക്സ്പീരിയൻസ്, ദുരിതപൂർണമായ അവരുടെ സാഹചര്യങ്ങളിൽ പ്രതിഷേധിച്ച് അതിൽ വളരെ ദുഃഖം പൂണ്ടിട്ടാണ് അവർ ഡെമോൺസ്ട്രേറ്റേഴ്സ്, അതായത് ഈ ഫസ്റ്റൊക്കെ മാർച്ചിനെതിരെ വെടിവെച്ചെങ്കിലും പിന്നെ അവരുടെ കൂടെ കൂടി തിരിച്ച് ഇങ്ങോട്ട് ഇവരുടെ കൂടെ ഡെമോൺസ്ട്രേറ്റേഴ്സിന്റെ കൂടെ കൂടി തിരിച്ച് ഇങ്ങോട്ട് വെടിവെക്കാൻ തുടങ്ങിയത് കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു. അതിന് കാരണം അവരുടെ ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആർക്ക് നേരിട്ട ദുരിതപൂർണമായ സാഹചര്യങ്ങളുടെ ട്രാജിക് എക്സ്പീരിയൻസ് ആയിരുന്നു. So the workers captured Petrograd and provisional government was formed under the Alexander Kerensky. അലക്സാണ്ടർ കൊറൻസ്കിയുടെ നേതൃത്വത്തിൽ ഈ പെട്രോഗാർഡും ഈ ഗവൺമെന്റും എല്ലാം അവരുടെ അധീനതയിലാക്കി. ദ മെൻഷവിക് ലീഡറാണ് അലക്സാണ്ടർ കൊറൻസ്കി എന്ന് പറഞ്ഞ ദ മെൻഷവിക് ലീഡറാണ്. അപ്പോൾ മെൻഷവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. കാൾ മാർക്സും ഫെഡറിക് എംഗൽസും ഇവർ രണ്ടാളും കൂടി ഒരു സോഷ്യലിസ്റ്റ് ചിന്ത വളർത്തിയെടുത്തു. അങ്ങനെ ഒരു മാർക്സിസ്റ്റ് ഐഡിയോളജീസ് വളർത്തിയെടുത്ത് ഒരു പാർട്ടി രൂപപ്പെട്ടു. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന പേരിൽ ഒരു പാർട്ടി രൂപപ്പെട്ടു. ഇത് പിന്നെയും രണ്ടായി വിഭജിക്കപ്പെട്ടു. അതിലുണ്ടായിരുന്ന ഈ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് അത് ഈ പാർട്ടി രണ്ടായി വിഭജിച്ചു. അതിൽ ഒന്നാമത്തെ പാർട്ടിയാണ് മെൻഷവിക്സ്, അതായത് മൈനോറിറ്റി, കുറഞ്ഞ ജനങ്ങളുള്ളവർ. പിന്നെ രണ്ടാമത്തേതാണ് ബോൾഷെവിക്സ്, അതായത് മെജോറിറ്റി, ഭൂരിഭാഗം ആൾക്കാരും ഉണ്ടായത് എന്നാണ് ഈ ഇതിലും പേരിട്ടത്. പേരുകളിലും യഥാർത്ഥത്തിലും അത് സത്യം തന്നെയായിരുന്നു. ബോൾഷെവിക്കിന് ഒരുപാട് പിന്തുണയുണ്ടായിരുന്നു, മെൻഷവിക്കിന് താരതമ്യേന കുറഞ്ഞ പിന്തുണയായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ബോൾഷെവിക്കും മെൻഷവിക്കും എന്താണ് നമ്മൾ പറഞ്ഞു. അതിലെ മെൻഷവിക് ലീഡറായിരുന്നു അലക്സാണ്ടർ കൊറൻസ്കിയുടെ കീഴിലായിരുന്നു ഇതെല്ലാം നടന്നത്. ഈ ഫെബ്രുവരി റവല്യൂഷനും പിന്നെ ഈ ഗവൺമെന്റും പെട്രോഗാർഡും പിടിച്ചെടുത്തത്. The Menshevik leader, since the Russian calendar was few days behind the international calendar, this revolution that took place in the March come to be known as the February Revolution. ഈ ഫെബ്രുവരി റവല്യൂഷൻ ഒരിക്കലും ഫെബ്രുവരിയിലല്ല നടന്നു കേട്ടോ. ആരും ചോദ്യം വന്നാൽ ഫെബ്രുവരി റവല്യൂഷൻ എപ്പോഴാണ് നടന്നത് വെച്ചാൽ ഫെബ്രുവരിയിലാണെന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. ഇന്റർനാഷണൽ കലണ്ടർ പ്രകാരം മാർച്ചിലാണ് നടന്നത്. പക്ഷെ എന്തുകൊണ്ട് ഈ മാർച്ചിൽ നടന്ന വിപ്ലവത്തിന് ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പേര് വന്നു? കാരണം ഫെബ്രുവരി റവല്യൂഷന്, അതായത് ഒന്ന് പറയാം, റഷ്യൻ കലണ്ടർ ഇന്റർനാഷണൽ കലണ്ടർ, നമ്മൾ പൊതുവെ ആചരിക്കുന്ന കലണ്ടർ, ഇന്റർനാഷണൽ കലണ്ടറിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾ പിറകിലായിരുന്നു റഷ്യൻ കലണ്ടർ. ഇന്റർനാഷണൽ കലണ്ടറിൽ നിന്ന് കുറച്ച് ദിവസം പിറകിലായിരുന്നു റഷ്യൻ കലണ്ടർ. ഇത് കാരണമാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. റഷ്യൻ കലണ്ടർ പ്രകാരം ഫെബ്രുവരി റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഫെബ്രുവരി റവല്യൂഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് വൈ ദ ലെനിൻ ഒപ്പോസ് ദ പ്രൊവിഷണൽ ഗവൺമെന്റ്. ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഇഷ്യൂ ആണ്. അതായത് ഇതിന് ശേഷം ഇതെല്ലാം പിടിച്ചടക്കി ഈ സാർ ഭരണാധികാരികൾ രാജിവെച്ചു, അവരെ പുറത്താക്കി, സാർ ഭരണാധികാരികളെല്ലാം പുറത്താക്കി. ഈ പെട്രോഗാർഡ് ഗവൺമെന്റിനെ പിടിച്ചെടുത്ത് ഒരു താൽക്കാലിക ഗവൺമെന്റിനെ അലക്സാണ്ടർ കൊറൻസ്കി കൊണ്ടുവന്നു. ഇതിനെ വ്ളാദിമിർ ലെനിൻ എന്നൊരു വിപ്ലവകാരി, വ്ളാദിമിർ ലെനിൻ റഷ്യൻ റവല്യൂഷനിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മഹാനാണ്. റഷ്യൻ റവല്യൂഷന്റെ ചരിത്രത്തിലെ തങ്കലിപികളെ എഴുതി ചേർത്ത ഒരു പേരാണ് വ്ളാദിമിർ ലെനിൻ. ഈ പ്രൊവിഷണൽ താൽക്കാലിക ഗവൺമെന്റിനെ എതിർത്തു. എന്തുകൊണ്ട്? അതായത് അത് പറയാം. വൈ ലെനിൻ ഒപ്പോസ് ദ പ്രൊവിഷണൽ ഗവൺമെന്റ്. വ്ളാദിമിർ ലെനിൻ എന്തുകൊണ്ട് പ്രൊവിഷണൽ ഗവൺമെന്റിനെ എതിർത്തു?
Vladimir Lenin, who had been in Switzerland, come to Russia and strongly opposed the provisional government. സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടായിരുന്ന വ്ളാദിമിർ ലെനിൻ റഷ്യയിലോട്ട് വന്ന് ഈ പ്രൊവിഷ്യണൽ ഗവൺമെന്റിനെ നല്ലവണ്ണം ശക്തമായി അതിനെതിരെ ഈ പ്രൊവിഷ്യണൽ ഗവൺമെന്റിന് എതിരെ തർക്കിച്ചു. He argued that the entire power should be transferred to the Soviets. അദ്ദേഹം ഈ സോവിയറ്റ്സുകൾ ഈ എല്ലാ എൻഡർ പവർ അതായത് എല്ലാ പവറുകളും ഈ എല്ലാ അധികാരങ്ങളും സോവിയറ്റ്സുകളിലോട്ട് കൈമാറ്റം ചെയ്യപ്പെടണമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. അദ്ദേഹം അങ്ങനെ അഭിപ്രായപ്പെട്ടു. If they were to realize the aim of the revolution, ഈ വിപ്ലവത്തിന്റെ അർത്ഥം അറിയണമെങ്കിൽ വിപ്ലവം കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവണമെങ്കിൽ എല്ലാ ഭരണ പവറുകളും സോവിയറ്റ്സുകൾക്ക് കൈമാറണമെന്ന് ലെനിൻ ഒപ്പോസ് ചെയ്തത് അഭിപ്രായപ്പെട്ടു. The Bolsheviks and Soviets supported him. ബോൾഷെവിക് നമ്മൾ പറയുന്നത് മെൻഷെവിക് ബോൾഷെവിക് എന്നൊരു രണ്ട് വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. അതിലെ ബോൾഷെവിക്കുകൾ അതായത് മെജോറിറ്റി ഭൂരിഭാഗം എന്നാണ് ആ പേരിന്റെ അർത്ഥം. ഈ ബോൾഷെവിക്കുകൾ ലെനിനെ സപ്പോർട്ട് ചെയ്തു. ബോൾഷെവിക്കുകൾ മാത്രമല്ല സോവിയറ്റുകളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. കാരണം സോവിയറ്റ്സുകൾക്കാണ് എല്ലാ ഭരണങ്ങളും കൊടുക്കേണ്ടതെന്ന് ലെനിൻ പറയുന്നു. സോവിയറ്റ്സുകളും ബോൾഷെവിക്കുകളും അദ്ദേഹത്തെ വ്ളാദിമിർ ലെനിനെ സപ്പോർട്ട് ചെയ്തു. They propagated that only workers' government could eradicate centuries economic backwardness and inequality. അതായത് തൊഴിലാളി ഗവൺമെന്റ് വർക്കേഴ്സ് ഗവൺമെന്റിന് മാത്രമേ കാലങ്ങളായി നിലനിൽക്കുന്ന സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഈ വർക്കേഴ്സുകൾ തൊഴിലാളികൾ പുറകോട്ട് നിൽക്കുന്ന അവസ്ഥയും അവരോട് ഉള്ള അസമത്വം അവർക്കെതിരെയുള്ള അസമത്വം നീക്കാൻ കഴിയുകയുള്ളൂ, മാറ്റാൻ കഴിയുകയുള്ളൂ എന്ന് ഈ ബോൾഷെവിക്കുകളും സോവിയറ്റ്സുകളും വ്ളാദിമിർ ലെനിനും പ്രസ്താവിച്ചു. അവർ അഭിപ്രായപ്പെട്ടു. ഇനി പറയാനുള്ളത് ഡിമാൻഡ്സ് ഓഫ് BS&SS, അതായത് ഞാൻ അവിടെ ഷോർട്ടാക്കി എഴുതിയത് ഡിമാൻഡ്സ് ഓഫ് BS എന്ന് പറഞ്ഞാൽ ബോൾഷെവിക്സ് ആൻഡ് SS എന്ന് പറഞ്ഞാൽ സോവിയറ്റ്സ്. ഈ സോവിയറ്റ്സുകളും ബോൾഷെവിക്സുകളും ഈ ഗവൺമെന്റിനെതിരെ കുറച്ച് ഡിമാൻഡ്സുകൾ ഉന്നയിച്ചിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിമാൻഡ്സ് വർക്കേഴ്സുകളുടെ ഡിമാൻഡ്, അതുപോലെ ഈ ബോൾഷെവിക്കുകളും സോവിയറ്റ്സുകളും കുറച്ച് ഡിമാൻഡുകൾ ഗവൺമെന്റ്സിനോട് കുറച്ച് ഡിമാൻഡുകൾ ഉന്നയിച്ചിരുന്നു. അവ ഏതൊക്കെ എന്നാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇസ് വിത്ഡ്രോ ദ റഷ്യ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറണം എന്ന് ഈ ബോൾഷെവിക്കുകളും സോവിയറ്റ്സുകളും അഭിപ്രായപ്പെട്ടു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറിയേ പറ്റൂ എന്ന് അവർ അഭിപ്രായപ്പെട്ടു. സെക്കൻഡ് പോയിന്റ് ഈസ് സീസ് ദ ലാൻഡ് ഓൺഡ് ബൈ ദ ലോർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം അമോങ് ദ ഫാമേഴ്സ്. അതായത് നമ്മൾ ഈ പറഞ്ഞിരുന്നല്ലേ ലോർഡ്സുകളിൽ, അതായത് അക്കാലത്ത് ഭരിച്ചിരുന്ന ലോർഡ്സുകളിൽ ഈ പ്രഭുക്കന്മാരുടെ കയ്യിലെല്ലാം ഒരുപാട് ഭൂമികൾ ഉണ്ടായിരുന്നു. ആ ഭൂമികളെ പിടിച്ചെടുത്ത് ഇവരുടെ കയ്യിലായിരുന്നു. നമ്മൾ പറയുന്നത് ഫാമേഴ്സ് ഭൂരഹിതരായിരുന്നു. ഈ ലോർഡ്സുകളുടെയും രാജാക്കന്മാരുടെയും ലോർഡ്സുകളുടെയും കയ്യിലായിരുന്നു ഭൂമികൾ. ഈ ഭൂമികളെല്ലാം പിടിച്ചെടുത്ത് ഈ കർഷകർക്ക് വിതരണം ചെയ്യണം എന്ന് ഈ ബോൾഷെവിക്കുകളും സോവിയറ്റ്സും ഡിമാൻഡ് ഉന്നയിച്ചു. The third demand is make factories public property. ഫാക്ടറികളെ പബ്ലിക് പ്രോപ്പർട്ടി, അതായത് പൊതു സ്വത്തായി അംഗീകരിക്കണം എന്നതായിരുന്നു അവരുടെ തേർഡ് ഡിമാൻഡ്. ഇതോടുകൂടി ഡിമാൻഡ്സ് ഓഫ് ബോൾഷെവിക്സ് ആൻഡ് സോവിയറ്റ്സുകൾ എന്ന ഇഷ്യൂ കഴിഞ്ഞിരിക്കുന്നു. ഇനി പറയുന്നത് ഒക്ടോബർ റെവല്യൂഷനെ കുറിച്ചാണ്. ഒക്ടോബർ വിപ്ലവം. ഇൻ ഒക്ടോബർ 1917 ഒക്ടോബറിൽ the Bolsheviks organized in armed rebellion against the provisional government. പ്രൊവിഷണൽ ഗവൺമെന്റിനെതിരെ ബോൾഷെവിക്കുകൾ ആയുധമേന്തി ഒന്ന് സംഘടിച്ചു, ഒരു മാർച്ച് നടത്തി. Kerensky fled from the country and Russia came under the control of Bolsheviks. അലക്സാണ്ടർ കൊറൻസ്കി പറയുന്നു, മെൻഷെവിക് ലീഡർ. അദ്ദേഹം പോയി
റഷ്യ മുഴുവനും, റഷ്യ എന്ന രാജ്യം മുഴുവൻ ബോൾഷെവിക്കുകളുടെ കൺട്രോളിൽ, ബോൾഷെവിക്കുകളുടെ കീഴിലായി റഷ്യ എന്ന രാജ്യം മുഴുവനും. This event through which the Bolsheviks attained the power is known October Revolution. ഈ എല്ലാ പവറുകളും, ഈ അധികാരം ബോൾഷെവിക്കുകൾ പിടിച്ചെടുത്ത ഈ ഇവന്റിനെയാണ് ഒക്ടോബർ റെവല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ആസ് പെർ ദ റഷ്യൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ റെവല്യൂഷൻ, നമ്മൾ പറഞ്ഞിരുന്നു ഇന്റർനാഷണൽ കലണ്ടർ പ്രകാരം റഷ്യൻ കലണ്ടർ കുറച്ച് ദിവസങ്ങൾ പുറകിലായിരുന്നു. അതുകൊണ്ട് റഷ്യൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നു. ലാസ്റ്റ് ഇഷ്യൂസ്, നമ്മുടെ റഷ്യൻ റെവല്യൂഷനിലെ ലാസ്റ്റ് ഇഷ്യൂ ആണ് റിസൾട്ട്സ് ഓഫ് റഷ്യൻ റെവല്യൂഷൻ. റഷ്യൻ റെവല്യൂഷന്റെ റിസൾട്ട്സുകൾ എന്തെല്ലാം എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറയുകയാണ്, നമുക്ക് പറയാം. ഫസ്റ്റ് പോയിന്റ് ഈസ് റഷ്യ വിത്ഡ്രോ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. സെക്കൻഡ് പോയിന്റ് ഈസ് സീസ്ഡ് ഔട്ട് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഭൂമികൾ പിടിച്ചെടുത്ത് വിതരണം ചെയ്തു. നേരത്തെ പറഞ്ഞ ഡിമാൻഡ്സുകൾ, ബോൾഷെവിക്കുകളുടെയും സോവിയറ്റ്സുകളുടെയും ഡിമാൻഡുകളിൽ പറഞ്ഞിരുന്നു ഭൂമി പിടിച്ചെടുത്ത് ഫാമേഴ്സിന് വിതരണം ചെയ്യണമെന്ന്. അങ്ങനെ തന്നെ ചെയ്തു, ഭൂമി പിടിച്ചെടുത്ത് വിതരണം ചെയ്തു. The third point is gave importance to the public sector. പബ്ലിക് സെക്ടറിന് പ്രാധാന്യം നൽകി. Fourth point is introduce the centralized planning. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പാക്കി. Next point is achieved develops in the field of science, technology and economy. സാമ്പത്തികപരമായും ടെക്നോളജി പരമായും ശാസ്ത്രപരമായും ഒരുപാട് പുരോഗതികൾ റഷ്യൻ റെവല്യൂഷന് ശേഷം ഉണ്ടായി. ഇത് റഷ്യൻ റെവല്യൂഷന്റെ റിസൾട്ട്സുകളായി കണക്കാക്കപ്പെടുന്നു. ഒരുപാട് പുരോഗതികൾ റഷ്യയിൽ ഉണ്ടായി. അത് റഷ്യൻ റെവല്യൂഷന്റെ ഒരു റിസൾട്ടായി കണക്കാക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് ഇസ് ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ came into force in 1924. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു, പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. നെക്സ്റ്റ് പോയിന്റ് ഇസ് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വാസ് ഫോർമഡ് ബൈ ദ കൺസൾട്ടേറ്റിംഗ് ഡിഫറെന്റ് സോവിയറ്റ് റിപ്പബ്ലിക്സ്. കുറെ സോവിയറ്റ് റിപ്പബ്ലിക്കായി വിഭജിക്കപ്പെട്ടിരുന്നതെല്ലാം ഒരുമിച്ച് കൂടി യൂണിയൻ ഓഫ് സോവിയറ്റ് റിപ്പബ്ലിക് എന്ന് ഒരു സോവിയറ്റ് റിപ്പബ്ലിക്കുകളെ ഒരുമിച്ച് കൂട്ടി യൂണിയൻ ഓഫ് സോവിയറ്റ് റിപ്പബ്ലിക് ഉണ്ടായി. ലാസ്റ്റ് പോയിന്റ് ഇസ് സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയ ഓൾ ഓവർ ദ വേൾഡ്. സോഷ്യലിസ്റ്റ് ഐഡിയകളെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ റഷ്യൻ റവല്യൂഷൻ സാധിച്ചു. ഇതും റഷ്യൻ റവല്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റായി കണക്കാക്കുന്നു. ഇനി പറയാനുള്ളത് അടുത്ത റവല്യൂഷൻ, അടുത്ത വിപ്ലവത്തെ കുറിച്ചാണ്. അടുത്ത വിപ്ലവം ചൈനീസ് റവല്യൂഷൻ ആണ്. ചൈനീസ് വിപ്ലവത്തെ കുറിച്ചാണ് അടുത്തത് പറയാനുള്ളത്. പ്രധാനമായും ചൈനീസ് വിപ്ലവത്തിൽ പറയാനുള്ളത് ഒപ്റ്റിയം ട്രേഡ്, ഓപ്പൺ ഡോർ പോളിസി, ബോക്സർ റിബല്യൻ, റവല്യൂഷൻ അണ്ടർ സന്യാസിസൻ, ഐഡിയോളജീസ് ഓഫ് സന്യാസിസൻ, ലോങ് മാർച്ച് എന്നിവയെ കുറിച്ചാണ്. എന്നീ സിമ്പിൾ ആണ്, ചെറുതാണ്, താരതമ്യേന ചെറുതാണ്, സിമ്പിൾ ആണ്. ഈ ചൈനീസ് റവല്യൂഷനിലോട്ട് നമുക്ക് കണ്ടാം. ചൈനീസ് റവല്യൂഷനിൽ ഫസ്റ്റ് പോയിന്റ് ഈസ് ഒപ്റ്റിയം ട്രേഡ്. അതായത് ഒപ്റ്റിയം ട്രേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചൈനീസ് സിൽക്ക് ടീ ആൻഡ് earthenware were in great demand all over Europe. അതായത് ചൈനീസ് സിൽക്കിനും പട്ടിനും ടീക്കും എർത്തൻവെയറിനെല്ലാം യൂറോപ്പിൽ വൻ ഡിമാൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ചൈന ഗെയിൻ ഹ്യൂജ് പ്രോഫിറ്റ് ത്രൂ ദ എക്സ്പോർട്ട് ഓഫ് ദിസ് ഐറ്റം. ഈ ഐറ്റംസ്, ഈ നമ്മൾ പറഞ്ഞ ഈ ഐറ്റംസുകളുടെ എക്സ്പോർട്ടിങ്ങിലൂടെ ചൈന വളരെ വലിയ പ്രോഫിറ്റുകൾ ഉണ്ടാക്കി. ഒരുപാട് പൈസ അവർക്ക്, ഒരുപാട് പണം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. There was nothing to import to China from Europe. യൂറോപ്പിൽ നിന്ന് ചൈനയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. As a result of European traders suffers a great loss. ഈ കാരണം കൊണ്ട് യൂറോപ്യൻ ട്രേഡേഴ്സിന് ഒരു വലിയ വൻ നഷ്ടം ഉണ്ടായി. As a remedy for this loss, ഈ നഷ്ടത്തിന് ഒരു റെമഡിയായി, ഒരു പരിഹാരമായി the British traders imported opium or intoxicants to China.
അതായത് കറുപ്പ് എന്ന ഒരു ഇൻടോക്സിക്കൻ, ഒരു ലഹരി വസ്തു ചൈനയിലോട്ട് ഇമ്പോർട്ട് ചെയ്തു. കറുപ്പ് എന്നൊരു ലഹരി വസ്തു ചൈനയിലോട്ട് ഇമ്പോർട്ട് ചെയ്തു. That of the Chinese trade and its consumption made Chinese people mentally imbalanced. ഇത് ചൈനീസ് ട്രേഡിനെ ബാധിച്ചു. ഈ ചൈനക്കാർക്ക് മെന്റലി ഈ മാനസികപരമായും ശാരീരികപരമായും അവരെ ഈ കറുപ്പ് എന്ന ഈ ലഹരി വസ്തു, ഈ ഇൻടോക്സിക്കൻ അവരെ ബാധിച്ചു. It resulted economic and mental subjection of this Chinese. അതായത് ചൈനക്കാർക്ക് ഈ സാമ്പത്തികപരമായും ഈ സാമ്പത്തികപരമായും മാനസികപരമായും ഇവരെ ചൈനയിലെ ആൾക്കാരെ ചൈനയെ ബാധിച്ചു ഈ ഒപ്റ്റിയം ട്രേഡ്, കറുപ്പ് വ്യാപാരം. അപ്പോൾ ഈ ഒപ്റ്റിയം ട്രേഡ് ഇതോടെ അവസാനിച്ചു. നെക്സ്റ്റ് ഓപ്പൺ ഡോർ പോളിസി. ഓപ്പൺ ഡോർ പോളിസിയെ കുറിച്ചാണ് നമുക്ക് ഇനി പറയുന്നത്. ഓപ്പൺ ഡോർ പോളിസി എന്ന് പറഞ്ഞാൽ ബൈ ദ എൻഡ് ഓഫ് ദ 19th century several European countries acquired the trade privilege in China. 19th centuryയുടെ അവസാനത്തോടെ അമേരിക്കയ്ക്ക് ഈ ചൈനീസ് ട്രേഡിൽ വളരെ വലിയ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് കാരണമായി America could not acquire the privilege. John Hay, then the State Secretary of USA, proclaimed that open door policy. അമേരിക്കക്ക് ഈ ചൈനീസ് ട്രേഡിൽ ഒരു ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ജോൺ ഹേ, ദ സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് USA അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ എന്നൊരു സ്റ്റേറ്റ് സെക്രട്ടറി എന്നൊരാൾ ഓപ്പൺ ഡോർ പോളിസിയെ പ്രഖ്യാപിച്ചു. ഇനി ഈ ഓപ്പൺ ഡോർ പോളിസി എന്താണ് എന്ന് നമുക്ക് അറിയാനുണ്ട്. ഓപ്പൺ ഡോർ പോളിസി എന്ന് പറഞ്ഞാൽ ആസ് പെർ ദിസ് പോളിസി, ഈ പോളിസി പ്രകാരം അമേരിക്ക ആർഗ്യൂഡ് ഫോർ ദ ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ കൺട്രീസ് ഇൻ ചൈനീസ് മാർക്കറ്റിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായ അവകാശമുണ്ടെന്ന് അമേരിക്ക വാദിച്ചു. എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായ അവകാശമുണ്ടെന്ന് അമേരിക്ക വാദിച്ചു ചൈനീസ് മാർക്കറ്റിൽ. China was divided into different regions to be controlled by the various countries. ചൈന കുറെ ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഈ ഓരോ വിഭജിക്കപ്പെട്ട ഓരോ പ്രദേശങ്ങളും ഓരോ രാജ്യത്തിന്റെ കയ്യിലായിരുന്നു. ഓരോ രാജ്യമായിരുന്നു അതിനെ ഭരിച്ചിരുന്നത്. The aim of this policy was to create an opportunity for the USA to interfere in China. ചൈനയിൽ ശ്രദ്ധ ചെലുത്താൻ, ചൈനയിൽ കുറച്ച് ഓപ്പർച്യൂണിറ്റി, അവർക്ക് സാധ്യത കൊണ്ടുവരാൻ വേണ്ടിയാണ്, അവർക്ക് അമേരിക്ക വ്യാപാരത്തിൽ സാധ്യത കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഓപ്പൺ ഡോർ പോളിസി എന്ന ഒരു പോളിസി നിലവിൽ കൊണ്ടുവന്നത്. ഈ നെക്സ്റ്റ് പോയിന്റ് ഈസ് ബോക്സർ റെബല്യൻ. ബോക്സർ റെബല്യൻ എന്താണ്, അങ്ങനെ ആ പേര് വരാനുള്ള കാരണം എന്ത് എന്നതിനെ കുറിച്ചാണ് നമ്മളിത് പറയാനുള്ളത്. Boxer rebellion എന്ന് പറഞ്ഞാൽ the Manchu dynasty in China favored the foreign interference and domination. അത് മഞ്ജു ഡൈനാസ്റ്റി, അതായത് മഞ്ജു രാജവംശം പുറമെ വിദേശ ശക്തികളുടെ ആധിപത്യത്തിനെ എല്ലാമാണ് വളരെ ഇഷ്ടപ്പെട്ടിരുന്നത്. അവർ അതിനായിരുന്നു ഇഷ്ടം വെച്ചത്, അവർക്ക് അതായിരുന്നു ഫേവർ. അപ്പോൾ some secret organization the China revolted against it in 1909. അതായത് 1900 കുറച്ച് സീക്രട്ട് ഓർഗനൈസേഷൻ, കുറച്ച് രഹസ്യ ഓർഗനൈസേഷൻസ് അതിനെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. ഒത്തുകൂടി. The emblem of this organization was a boxer's fist. അതായത് ഈ ഓർഗനൈസേഷന്റെ എംബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരു ബോക്സറുടെ ഫിസ്റ്റ് ആയിരുന്നു, ഒരു ബോക്സറുടെ മുഷ്ടിയായിരുന്നു ഇവരുടെ എംബ്ലം. So this is known as the Boxer Rebellion. ഇതുകൊണ്ടാണ് ഈ റിബല്യനെ ബോക്സർ റിബല്യൻ എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം. It simulated the revolution that came in the thus this rebellion was failure. It simulated the revolution that came up later. അതായത് ഈ റെബല്യൻ പരാജയപ്പെട്ടു എങ്കിലും അതിനുശേഷം നടന്ന റെവല്യൂഷൻസിനെല്ലാം ഈ ബോക്സർ റെബല്യൻ ഒരു പ്രചോദനമായി തീർന്നു എന്നതാണ് ഒരു സത്യം. അപ്പോൾ നമ്മൾ ബോക്സർ റെബല്യനെ കുറിച്ചും പറഞ്ഞു. ഇനി പറയാനുള്ളത് റെവല്യൂഷൻ അണ്ടർ ദ സന്യാത് സെൻ.
അതായത് സൻ യാച്ച് സെൻ എന്ന പേരിൽ ഒരു മഹാനവകൾ ഒരു മഹാൻ ചൈനയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ സൻ യാച്ച് സെന്നിന്റെ കീഴിൽ കുറച്ച് ഒരു റെവല്യൂഷൻ നടന്നു. സൻ യാച്ച് സെന്നിന്റെ കീഴിൽ ഒരു റെവല്യൂഷൻ നടന്നു. അത് എന്താണെന്ന് നോക്കാം. പറയുകയാണെങ്കിൽ in 1911 1911 revolution took place under the leadership of Dr. Sun Yat-sen against the Manchu dynasty. ഡോക്ടർ സൻ യാറ്റ് സെന്നിന്റെ നേതൃത്വത്തിൽ ഉണ്ടായ റവല്യൂഷൻ വിപ്ലവം മഞ്ജു ഡൈനാസ്റ്റിക്കെതിരെ വിപ്ലവം നയിച്ചു. സൻ യാറ്റ് സെന്നിന്റെ കീഴിൽ ഒരു മഞ്ജു ഡൈനാസ്റ്റിക്കെതിരെ ഒരു വിപ്ലവം നയിച്ചു. This ended the monarchy in China after the revolution. ഇത് ഈ ഭരണത്തിന് അന്ത്യം കുറിച്ചു. ഈ രാജവംശത്തിന് ഈ റവല്യൂഷൻ അന്ത്യം കുറിച്ചു. Kuomintang party established a republican government in southern China under the leadership of Sun Yat-sen. Sun Yat-senന്റെ നേതൃത്വത്തിൽ കുമിന്താങ് എന്ന പേരിൽ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി സദേൺ ചൈനയിൽ നിലവിൽ വന്നു. ഒരു പാർട്ടി കുമിന്താങ് എന്ന പേരിൽ ഒരു റിപ്പബ്ലിക് പാർട്ടി അല്ല, കുമിന്താങ് എന്ന പേരിൽ ഒരു പാർട്ടി. അതാണ് ടെക്സ്റ്റിലുള്ളൂ. കുമിന്താങ് എന്ന പേരിൽ ഒരു പാർട്ടി നിലവിൽ വന്നു സദേൺ ചൈനയിൽ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സൻ യാറ്റ്-സെന്നിന്റെ ലീഡർഷിപ്പിൽ. It gave importance to ideologies like nationalism, democracy and socialism. Nationalism, democracy and socialism. ഈ മൂന്ന് ഐഡിയോളജീസിന് ഇത് പ്രാധാന്യം നൽകി. കുമിന്താങ് എന്ന പാർട്ടി പ്രാധാന്യം നൽകി. സദേൺ ചൈനയിലെ കുമിന്താങ് എന്ന പാർട്ടി പ്രാധാന്യം നൽകി. ഇനി നെക്സ്റ്റ് പോയിന്റ് ഐഡിയോളജീസ് ഓഫ് സൻ യാറ്റ്-സെൻ. അതായത് കുമിന്താങ് പാർട്ടിയുടെ നേതൃത്വം സൻ യാറ്റ്-സെൻ ആയിരുന്നു വഹിച്ചിരുന്നത്. അപ്പോൾ സൻ യാറ്റ്-സെന്റെ ഐഡിയോളജീസ് തന്നെയാണ് കുമിന്താങ് പാർട്ടിയുടെ ഐഡിയോളജീസ്. അപ്പോൾ സൻ യാറ്റ്-സെന്നിന്റെ ഐഡിയോളജീസ് എന്തൊക്കെ എന്നാണ് പറയാനുള്ളത്. നമ്മൾ പറയുന്നു നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം. ഇത് മൂന്നെണ്ണമായിരുന്നു അവരുടെ ഐഡിയോളജീസ്. ഈ മൂന്ന് ഐഡിയോളജീസിനും വിവരിക്കുകയാണ് ചെയ്യാനുള്ളത്. അതായത് നാഷണലിസം. ഫസ്റ്റ് പോയിന്റ് ഇസ് നാഷണലിസം. നാഷണലിസം എന്താണെന്ന് പറഞ്ഞാൽ എക്സ്പെൽ ദ മഞ്ജു ഡൈനാസ്റ്റി ആൻഡ് ദ ഇമ്പീരിയൽ പവേഴ്സ്. അതായത് വിദേശ രാജശക്തിയെയും മഞ്ജു ഡൈനാസ്റ്റിയെയും പുറത്താക്കുക എന്നതായിരുന്നു നാഷണലിസം കൊണ്ട് ഉദ്ദേശിച്ചത്. സെക്കൻഡ് പോയിന്റ് ഇസ് ഡെമോക്രസി. ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രാറ്റിക് റൂൾ. ജനാധിപത്യ ഭരണം കൊണ്ടുവരിക എന്നതായിരുന്നു ഡെമോക്രസി എന്നപ്പോൾ ഇത് ഐഡിയോളജി കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. തേർഡ് പോയിന്റ് ഇസ് സോഷ്യലിസം. ടു കൺട്രോൾ ദ ക്യാപിറ്റൽ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലാൻഡ് ഈക്വലി. അതായത് ഈ ക്യാപിറ്റൽ കൺട്രോൾ ചെയ്യാനും ഈ ഭൂമിയെ ലാൻഡിനെ ഈക്വലായി തുല്യമായി വിതരണം ചെയ്യാനും സോഷ്യലിസം എന്ന ഐഡിയോളജി ഉദ്ദേശിച്ചിരുന്നത് ഇതായിരുന്നു. നെക്സ്റ്റ് പോയിന്റ് ഈസ് ലോങ് മാർച്ച്. ചൈനീസ് റവല്യൂഷനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ചൈനീസ് റവല്യൂഷന്റെ നെക്സ്റ്റ് പോയിന്റ് ഈസ് ലാസ്റ്റ് പോയിന്റ് ആണ് ലോങ് മാർച്ച്. ലോങ് മാർച്ച് എന്ന് പറയുകയാണെങ്കിൽ ലോങ് മാർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൻ യാറ്റ്-സെന്നിന്റെ ഭരണം കഴിഞ്ഞു. അതിനുശേഷം ആദ്യമൊക്കെ കുമിന്താങ് പാർട്ടി എല്ലാവരോടും സഹകരിച്ചായിരുന്നു ഭരണം നടത്തിയിരുന്നത്. പക്ഷെ സൻ യാറ്റ്-സെന്നിന്റെ ഭരണശേഷം ഇത് ആകെ വഷളായി. ഇതിന്റെ ഈ സഹകരിച്ചു പോക്കെല്ലാം വഷളായി. ഈ കുമിന്താങ് പാർട്ടിയെല്ലാം ആകെ വളരെ ദയനീയമായ അവസ്ഥയിലെത്തി. ഈ ലോങ് മാർച്ചിനെ കുറിച്ച് പറയാം. ചിയാങ് കൈ ഷാക് അസെൻഡഡ് ദ മിലിറ്ററി ഓട്ടോക്രസി ഇൻ ചൈന. അതായത് ചിയാങ് കൈഷക് എന്ന ഒരു മനുഷ്യൻ ചിയാങ് കൈഷക് അസെൻഡ് മിലിറ്ററി ഓട്ടോക്രസി ഇൻ ചൈന. ഏകാധിപത്യ ഭരണം, ഒരു മിലിറ്ററി ഏകാധിപത്യ ഭരണം അദ്ദേഹം ചൈനയിൽ കൊണ്ടുവന്നു. ഇത് he gave opportunity for foreign powers including America to freely interfere in China and did not cooperate with the കമ്മ്യൂണിസ്റ്റുകളുമായി പറഞ്ഞത് കുമിന്താങ് പാർട്ടി കമ്മ്യൂണിസ്റ്റുകളുമായി മറ്റും സഹകരിച്ചായിരുന്നു പോയത്. ഈ ചിയാങ് കൈഷക്
ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ച് പോവാനും തയ്യാറായിരുന്നില്ല. മിലിറ്ററി ഏകാധിപത്യ ഭരണം കൊണ്ടുവരികയും പട്ടാള ഏകാധിപത്യ ഭരണം കൊണ്ടുവരികയും ചെയ്തു. പിന്നെ വിദേശ രാജ്യശക്തിക്കും ഇൻക്ലൂഡിങ് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യശക്തിക്ക് അദ്ദേഹം പ്രാധാന്യം നൽകി. അവരെ പ്രാധാന്യം നൽകി, അവരെ ഫേവർ ചെയ്ത് അവരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഇതിനെ ഇഷ്ടപ്പെട്ടു. With the communist, coal and iron industries, banking and foreign traders were all controlled by the foreign countries. അതായത് ഈ കോൾ, അയൺ ഇൻഡസ്ട്രീസ്, ബാങ്കിങ് എല്ലാം ഇങ്ങനെ ഈ വിഭാഗങ്ങളെല്ലാം ഫോറിൻ ട്രേഡേഴ്സ് ആയിരുന്നു കൺട്രോൾ ചെയ്തിരുന്നത്. വിദേശ രാജ്യശക്തികളായിരുന്നു കൺട്രോൾ ചെയ്യുന്നത്. The communist protested against the policy of Chiang Kai-shek. ഈ ചിങ് കൈഷക്കിന്റെ പോളിസിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിഷേധിച്ചു. They were brutally suppressed at this time. Mao Zedong rose to the leadership of the Communist Party. ആ സമയത്താണ് മാവോ സെതുങ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി ഉയർന്നു വന്നത്. In 1934, 1934, under the leadership of Mao Zedong, ഈ മാവോ സെതുങ്ങിന്റെ നേതൃത്വത്തിൽ a journey started from Kiangsi in South China. സൗത്ത് ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ഒരു മാർച്ച് സ്റ്റാർട്ട് ചെയ്തു. The adventurous trip ended at the യനാൻ ഇൻ നോർത്ത് വെസ്റ്റേൺ ചൈന. നോർത്ത് വെസ്റ്റേൺ ചൈനയിലുള്ള യനാനിലാണ് ഈ സാഹസികമായ ഈ മാർച്ച് ചെന്ന് അവസാനിച്ചത്. ത്രൂ ഔട്ട് ദ ജേർണി ദ സീസ്ഡ് ഔട്ട് ദ അഗ്രികൾച്ചറൽ കൈൻഡ് ഓഫ് വില്ലേജസ് ഫ്രം ലോർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ദ ഫാമേഴ്സ്. അതായത് ലോർഡ്സുകൾ ഈ പ്രമുഖ ഭരണാധികാരികളുടെ കയ്യിലെല്ലാം ഉണ്ടായിരുന്ന ഭൂമിയെ പിടിച്ചടക്കി ഫാമേഴ്സിന് വിതരണം ചെയ്തു. ഈ മാർച്ചിനിടക്ക് നടന്നുകൊണ്ടിരിക്കെ ഈ ലോർഡ്സുകാരുടെ കയ്യിലുണ്ടായിരുന്ന പ്രമുഖന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ഭരണാധികാരികളുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമികൾ പിടിച്ചെടുത്ത് ഫാമേഴ്സിന് വിതരണം ചെയ്തു. The journey covered around 12,000 കിലോമീറ്റർ. അതായത് 12,000 കിലോമീറ്ററോളം ഈ മാർച്ച്, ഈ യാത്ര 12,000 കിലോമീറ്ററോളം കവർ ചെയ്തു എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദ ലോങ് മാർച്ച്. ഇത് കാരണമാണ് ഇത് ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താ ഒരു ചോദ്യമായി പ്രതീക്ഷിക്കാവുന്ന ഒരു പോയിന്റാണ്. വെൻ ചൈന ബിക്കം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. എപ്പോഴാണ് ചൈന പീപ്പിൾസ് റിപ്പബ്ലിക്കായി മാറിയത്? 1 ഒക്ടോബർ 1949. 1949 ചൈന പീപ്പിൾസ് റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാട്ട് കഴിയുന്നു. ഇത് മൂന്നാമത്തെ പാട്ടാണ്. ഈ വീഡിയോ കാണുന്നത് തീർച്ചയായും ഒന്നാമത്തെ രണ്ടാമത്തെ പാട്ടുകൾ തീർച്ചയായും കാണുക, എന്നാലേ ഈ മൂന്നാമത്തെ പാട്ട് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ മൂന്നാമത്തെ പാട്ട് മാത്രമാണ് കാണുന്ന ആഗ്രഹമുള്ളവർക്ക് മൂന്നാമത്തെ പാട്ട് മാത്രം കണ്ടാൽ മതി. കാണുന്നത് എന്തായാലും ഫസ്റ്റ് പാട്ടും സെക്കൻഡ് പാട്ടും തീർച്ചയായും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഒന്നും ആലോചിക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയോടുകൂടി നമ്മൾ സോഷ്യൽ സയൻസിലെ SSLC സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയിലെ ആദ്യത്തെ പാഠമായ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് എന്ന പാഠം അവസാനിക്കുകയാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് ഉണ്ട്. തീർച്ചയായും കമന്റ് ബോക്സിൽ അഭിപ്രായപ്പെടുക. ഞാൻ തീർച്ചയായും അതിനനുസരിച്ച് നിങ്ങളുടെ ആ കമൻസിനനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് എല്ലാ വീഡിയോസ് പരിഷ്കരിക്കാൻ, എൻ്റെ വീഡിയോ കൊണ്ടുവരാൻ ഞാൻ എൻ്റെ കഴിയുമാവധി ശ്രമിക്കാം. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.